اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്, ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്, മണ്ഡലം ബേസ് ചെയ്തിട്ട് MLA-മാരെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്, മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്, MP-മാരുണ്ട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിമാരുണ്ട്, പ്രധാനമന്ത്രിമാരുണ്ട്, അതിൽ തന്നെ ഒരു പ്രസിഡൻ്റ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയ മേഖലയിലൂടെ പോകുമ്പോൾ നമുക്ക് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. വാർഡിനെ ഭരിക്കുന്നവർ, ജില്ലയെ ഭരിക്കുന്ന ആൾക്കാർ, സംസ്ഥാനത്തിനെ ഭരിക്കുന്ന ആൾക്കാർ, ഒരു രാജ്യം മൊത്തം ഭരിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ ഭൗതികമായ തെരഞ്ഞെടുപ്പായതുപോലെ ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്? ഇതൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളൊക്കെ തന്നെയാണ് ഇത്. എന്നാൽ ഇതേ തെരഞ്ഞെടുപ്പ് തന്നെ ആത്മീയ ലോകത്തുണ്ട്. 1,24,000 ഔലിയാക്കൾ എല്ലാ കാലത്തും ലോകത്തുണ്ടാവും. മറ്റൊരു കിതാബിലുണ്ട് അതിനേക്കാൾ കൂടുതൽ ഔലിയാക്കൾ എന്തുണ്ട് ലോകത്ത് എല്ലാ കാലത്തും ഉണ്ടാവും. ഒരു ഗ്രാമത്തിനൊരു കുത്തുബുണ്ടാവും, ഒരു നാടിനൊരു കുത്തുബുണ്ടാവും, ഒരു ജില്ലക്കുണ്ടാവും, ഒരു സ്റ്റേറ്റിനുണ്ടാവും, ഒരു രാജ്യത്തിനും ഒരു കുത്തുബുണ്ടാവും, ലോകത്തിന് മൊത്തം വേൾഡിൽ ഒരു കുത്തുബുണ്ടാവും. ഖസാഇനുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ അൽ യവാഖീത്ത് വൽ ജവാഹിർ എന്ന് പറയുന്ന കിതാബിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഔലിയാക്കളുടെ ഓരോ സ്ഥാനത്തിനെ കുറിച്ച് കിതാബിൽ കാണാൻ കഴിയും. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ നുജബാകളാണ്. അതിൻ്റെ ഒന്നും കൂടി ഇർഫാനിൻ്റെ പവർ കൂടിയ ആളുകളാണ് നുഖബാകൾ എന്ന് പറയും. ആ പേരിൽ തന്നെ നഖീബ് എന്ന് പറയുന്ന പേരിൽ തന്നെ എന്തുണ്ട്? നുജബായിനേക്കാൾ ഒന്നും കൂടി പവർ കൂടിയ, സ്ഥാനം കൂടിയ ആളുകളാണ് നുഖബാ. ഈ നുഖബായിൽ നിന്നും ഒന്നും കൂടി പവർ കൂടിയ ആളുകളാണ് അബ്ദാലുകൾ എന്ന് പറയും. അബ്ദാലുകൾ എല്ലാ കാലത്തും ലോകത്ത് 7 ആളുകൾ ഉണ്ടാവുന്ന. അബ്ദാലുകൾക്കൊരു പ്രത്യേകത ഉണ്ട്, പല ശരീരങ്ങൾ ആകാനുള്ള കഴിവ് അവർക്കുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇസ്മായിലുൽ ഹഖിൽ ബറൂസവി റളിയല്ലാഹു അൻഹു അവിടെ തുറൂഹുൽ ബയാൻ എന്ന് പറയുന്ന കിതാബിൽ മുഹമ്മദുൽ ഹളറമി എന്ന് പറയുന്നൊരു മഹാനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു വെള്ളിയാഴ്ച ഒരു നാട്ടിൽ ഖുതുബോദിക്കൊണ്ടിരിക്കെ അതേ സമയത്ത് മറ്റൊരു നാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? മുഹമ്മദുൽ ഹളറമി എന്ന് പറയുന്ന മഹാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഖുതുബ ഓതുന്നുണ്ട്. അബ്ദാലുകൾ എന്ന് പറയുന്ന മഹാന്മാർക്ക് പല ശരീരങ്ങളാകാനുള്ള കഴിവുണ്ട്. 40 ശരീരങ്ങൾ വരെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അയലക്കാട് മറവിട്ട് കിടക്കുന്ന സിറാജുദ്ദീനുൽ ഖാദിരി എന്ന് പറയുന്ന മഹാനെക്കുറിച്ച് അദ്ദേഹം അബ്ദാലുകളിൽപ്പെട്ട ആളാന്നൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തും അദ്ദേഹം കണ്ടതായി, ഒരേ സമയം തന്നെ കണ്ടതായി പറയപ്പെടുന്നു. എല്ലാ കാലത്തും ലോകത്ത് 7 അബ്ദാലുകൾ എന്നും ഉണ്ടാവും. അപ്പോൾ നുജബാ, നുഖബാ, അബ്ദാൽ. അതിൻ്റെ മുകളിലുള്ള വിഭാഗമാണ് ഔത്താദ് എന്ന് പറയും.
ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി തങ്ങൾ ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഔത്താദിൽപ്പെട്ടതാണ്. ഔത്താദിൽപ്പെട്ട ആളാണ് ആര്? ഇമാം ഷാഫി റളിയല്ലാഹു. ഔത്താദുകൾ എല്ലാ കാലത്തും 4 ആളുകൾ ലോകത്തുണ്ടാവും. വേറെ അഭിപ്രായപ്രകാരം ഇമാം ഷാഫി തങ്ങൾ അഖ്താബിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഈ ഔത്താദ് എന്ന് പറയുന്ന വിഭാഗം അത് അബ്ദാലുകളിൽ നിന്നും ഒന്നും കൂടി VIP ആയി തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് ആര്? ഔത്താദുകൾ എന്ന് പറയുന്ന വിഭാഗം. ഈ ഔത്താദിൻ്റെ മുകളിലാണ് ഇമാമാനി എന്ന് പറയുന്ന 2 ആളുകളുണ്ടാവും. ഇമാമാനി, ഇമാം ഇബ്നു അറബി തങ്ങൾ പറയുന്നത് ഗൗസ് കുത്തുബ് എന്ന് പറയുന്നത് ഒരേ ദർജക്കാരാണെന്ന്. അതല്ല, രണ്ടും 2 ദർജയാണ് എന്നും മറ്റു പല കിതാബുകളിലും പറയുന്നുണ്ട്. അപ്പോൾ ഔത്താദും കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കുള്ള മർത്തബയാണ് ശരിക്കും ഇമാമാനി എന്ന് പറയും. അതിൻ്റെ മുകളിലുള്ള ആളുകളൊക്കെയാണ് കുത്തുബ് എന്ന് പറയാം. ആ കുത്തുബ് തന്നെ ഏറ്റവും ഉന്നതനായ കുത്തുബു സമാനാണ്. അത് ലോകത്ത് ഒരു സമയത്ത് ഒരാളെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. വല്ലാഹു യജ്തബി ഇലൈഹി മയശാ. അല്ലാഹു തആല അവനിലേക്ക് അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും? തിരഞ്ഞെടുക്കും. സാധാരണ ഒരു മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ഔലിയാക്കളിലേക്ക് തിരഞ്ഞെടുക്കും. അതിൽ തന്നെ ആദ്യം നുജബായിലേക്ക്, പിന്നെ നുഖബായിലേക്ക്, പിന്നെ അബ്ദാലിലേക്ക്, പിന്നെ ഔത്താദിലേക്ക്, പിന്നെ ഇമാമാനിയിലേക്ക്, പിന്നെ കുത്തുബിലേക്കൊക്കെ തിരഞ്ഞെടുക്കും. ഇതൊക്കെ ആത്മീയമായ തിരഞ്ഞെടുപ്പാണ്. എല്ലാ കാലത്തും അഖ്താബുകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്താദ്യമായി വന്ന കുത്തുബാരാണ്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞില്ലേ, ലോകത്താദ്യത്തെ കുത്തുബാര ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമാണ്. എന്നാൽ അതിൻ്റെയും മുമ്പ് ഒരു കുത്തുബുണ്ട്. അത് വെറും കുത്തുബല്ല, കുത്തുബുൽ അഖ്താബാണ്. നൂർ മുഹമ്മദി അല്ലെങ്കിൽ ഹഖീഖത്ത് മുഹമ്മദി എന്ന് പറയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂല് കുത്തുബുൽ അഖ്താബാണ്. അവിടേക്ക് ലോകത്ത് ഒരാളും എത്തൂല. അവിടെ ആ ഇതിലേക്ക് എന്ത് ചെയ്യില്ല, ഒരാളും എത്തൂല. മാത്രമല്ല, നമ്മളെ മുഹമ്മദ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിലുള്ള ആരിഫുകളുടെ അത്ര പദവി ഉണ്ടായിരിക്കില്ല ആർക്ക്? മുൻകാലത്തുള്ള ആരിഫീങ്ങളാകുന്ന ആൾക്കാർക്ക്. ആരിഫീങ്ങളുടെ പദവിയിൽ ഏറ്റവും ഗായത്തിലേക്ക് എത്തുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയമായ റൂട്ട് എന്തുണ്ട്? അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ തിരഞ്ഞെടുക്കുന്നത് ആരാന്നറിയോ? കുത്തുബാണ്. കുത്തുബിൻ്റെ വലതു ഭാഗത്ത് ഒരു ഇമാമുണ്ടാവും, ഇടത് ഭാഗത്തൊരു ഇമാമുണ്ടാവും. കുത്തുബാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇമാമാനിലേക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം കുത്തുബിൻ്റെ വർത്താനം ആർക്ക് മാത്രമേ തിരിയുള്ളൂ? ഈ 2 ഇമാമാനികൾക്ക് മാത്രമേ തിരിയുള്ളൂ. കാരണം അവർക്ക് പ്രത്യേകമായൊരു കോഡ് ഭാഷ ഉണ്ട്. ആർക്ക്? അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾക്ക് പ്രത്യേകമായ ചില കോഡ് ഭാഷകൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുത്തുബിൻ്റെ വർത്താനം ആർക്കേ തിരിയുള്ളൂ? ഇമാമാനികൾക്കേ തിരിയുള്ളൂ. ഇമാമാനികളുടെ വർത്താനം ആർക്കേ തിരിയുള്ളൂ? ഔത്താദിനെ തിരിയുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഓരോ ദർജയിലുമുള്ള ആളുകൾക്ക് അതാത് ദർജയിലുള്ള ആളുകളെ എന്ത് ചെയ്യുള്ളൂ? തിരിയുള്ളൂ. അപ്പോൾ ഏറ്റവും ഉന്നതമായ മക്കാമിൽ നിൽക്കുന്ന ഒരാൾക്ക് തൻ്റെ താഴേക്കടയിലുള്ള ഒരു വലിയനെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാവും. എന്നാൽ താഴേക്കടയിലുള്ള ഒരു വലിയന് കുത്തുബിനെ കുറിച്ച് അറിയാം, കുത്തുബിനെ മനസ്സിലാക്കുക എന്നുള്ള അല്ലാഹു തആല പവർ കൊടുക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? ഒരാളും നമ്മൾ വിമർശിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ താഴെയായിട്ട് എല്ലാവരും തോന്നുള്ളൂ. മുകളിൽ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുകയാണ്. ആൾക്ക് താഴത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് ആൾക്ക് നോക്കാൻ കഴിയും. അടിയിൽ നിൽക്കുന്ന ആൾക്ക് മേലെന്താന്ന് കാണാൻ കഴിയുമോ? ഇല്ല. അങ്ങനത്തെ കുത്തുബുൽ അഖ്താബാണ് ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അവരെ കിതാബാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഏത്? സിറുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബ്. അത് ഏത്? ഓല് വെച്ച മാനയിലൂടെ അല്ല, നമ്മൾ പഠിച്ച മാനയിലൂടെ. അപ്പം എത്രമാത്രം ഇൽമു കുറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ബഹുമാനപ്പെട്ട ഗൗസുല്ലാഹിനെ പോലെ, മുഹിയുദ്ദീൻ ഇബ്നു അറബി തങ്ങളെപ്പോലെ, ഇമാം ഷാറാനി തങ്ങളെപ്പോലെയുള്ള, അതുപോലെ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കിതാബ് നമ്മൾ എന്ത് ചെയ്യണത്? നോക്കി പറഞ്ഞു കൊടുക്കണത്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പം നമ്മൾ അർത്ഥം വെക്കുന്ന രൂപത്തിലുള്ളൂ ഇതിൻ്റെ അർത്ഥം എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മനസ്സിലാക്കാൻ പാടില്ല. ഒന്നുമില്ല, നമ്മളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇൽമ് അല്ലാഹു തആല നമുക്ക് വളരെ കുറച്ചേ തന്നിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രമേ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുള്ളൂ, ഇൽമ് തന്നിട്ടുള്ളൂ. ആ ഇൽമ് വെച്ചിട്ട് നമ്മൾ മശായിഖന്മാർ എന്ത് ചെയ്യാൻ പാടില്ല, അളക്കാൻ പാടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ട് ഈ വിഷയങ്ങൾ പറഞ്ഞു? ഇതൊക്കെ അല്ലാഹു തആല നൽകുന്ന ഗിഫ്റ്റുകളാണ്, ഹോണറുകളാണ്, ബഹുമതികളാണ്. അതൊക്കെ റസൂലുള്ളാഹിൻ്റെ ഉമ്മത്തിന് പ്രത്യേകിച്ച് ഖാസായിട്ട് അല്ലാഹു തആല നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആരായിരിക്കണം? ഒരു യഥാർത്ഥ മുറബ്ബിയെ കണ്ടെത്തുകയും ആ മുറബ്ബിയിൽ നിന്ന് അമലുകൾ സ്വീകരിച്ച് അതിൻ്റെ എല്ലാ ശുറൂത്തോടുകൂടെ അതിൻ്റെ ആദാബുകളോടുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ ഷെയ്ഖ് മാത്രമായിരിക്കുന്ന ഒരവസ്ഥ നമ്മിലേക്ക് സംജാതമാകുമ്പോൾ അല്ലാഹു തആല നമ്മളെന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും. ദോഷിയായ ഒരു മനുഷ്യനിൽ നിന്ന് അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യനിലേക്ക് നമ്മളെ തിരഞ്ഞെടുക്കും. ആ മുഅ്മിനിൽ നിന്ന് അല്ലാഹു തആല ഒരു വലിയിലേക്ക് നമ്മളെ തിരഞ്ഞെടുക്കും. എന്നിട്ട് ആ വലിയിനെ പടിപടിയായിട്ട്, അല്ലേ, വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത് എന്ന് പറയുന്നത് പോലെ പടിപടിയായിട്ട് അല്ലാഹു തആല എന്ത് ചെയ്യും, ആ മനുഷ്യനെ ഇങ്ങനെ ഉയർത്തുക ചെയ്യാം. അതൊക്കെ സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു തആല നൽകുന്നതാണ്. പക്ഷേ ഇനി നമ്മൾ എന്ത് വേണം? സഅയ്, പരിശ്രമം എന്ന് പറയുന്ന സാധനം വേണം. ഇനി ഒന്നുമില്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. ചില ആൾക്കാർക്ക് ഭൗതിക തലത്തിലും അധികാരം അല്ലാഹു തആല കൊടുക്കും, ആത്മീയമായിട്ടും അധികാരം കൊടുക്കും. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് എന്ത് ചെയ്യും? മൂപ്പര് ആത്മീയ കുത്തുബുമായിരുന്നു, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു. ഉണ്ടോ? ഭൗതികവും ആത്മീയവുമായ അധികാരം കൊടുത്തു. അതിനുശേഷം ഉമർ തങ്ങളും 2 നിലക്കും കുത്തുബായിരുന്നു, ഉസ്മാൻ തങ്ങളും 2 നിലക്കും കുത്തുബായിരുന്നു, അലി റളിയല്ലാഹുവിന് 2 നിലക്കും എന്തായിരുന്നു, കുത്തുബായിരുന്നു. കുറച്ചു കാലം ഹസൻ റളിയല്ലാഹുവിനും എന്തായിരുന്നു, 2 നിലക്കും കുത്തുബായിരുന്നു. ഹസനി കബീലയും ഹുസൈനി കബീലയും നോക്കുമ്പോൾ ഹസനി കബീലയ്ക്ക് എന്തുണ്ട്, പ്രത്യേകമായൊരു പ്രത്യേകത ഉണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹുവിന് കുത്തുബായിരുന്നു എന്നാണ് കിതാബുകളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ പിന്നെ ആത്മീയമായി മാത്രം അധികാരം കൊടുത്ത ആൾക്കാരുണ്ട്. ബഹുമാനപ്പെട്ട അബു യസീദ് അൽ ബിസ്താമി തങ്ങളെപ്പോലെ അദ്ദേഹം ആത്മീയമായ നിലക്കുള്ള കുത്തുബായിരുന്നു. ഇമാം ഷാറാനി റളിയല്ലാഹുവിന് ആത്മീയമായ നിലക്കുള്ള കുത്തുബായിരുന്നു. ഇതൊക്കെ അള്ളാഹു ഒരു മനുഷ്യന് നൽകുന്ന പദവികളാണ്. ഇതിന് ഒന്നാമത് വേണ്ടത് ആഗ്രഹം, രണ്ടാമത്തത് സഅയ്, പരിശ്രമം, മൂന്നാമത്തത് അവൻ്റെ ഷെയ്ഖിലേക്ക് പൂർണ്ണമായി തവജ്ജുഹാവുക. ഈ 3 കാര്യങ്ങളും നടക്കുമ്പോൾ അല്ലാഹു തആല നമ്മൾ എന്ത് ചെയ്യും, ആ വിഷയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അല്ലാഹു തിരഞ്ഞെടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.